ഇനി നമുക്ക് മാലിയുടെ കുറച്ച് ചരിത്രം കേൾക്കാം. മാലിദ്വീപ് റിപ്പബ്ലിക് ഓഫ് മാൽദ്വീപ്സ് എന്നറിയപ്പെടുന്നതിന് മുന്നേ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആരും അറിയപ്പെടാതെ കിടക്കുന്ന കുറേ സ്ഥലങ്ങളായിരുന്നു. ഒരു പക്ഷേ അവിശ്വസനീയമായ ഒരു കാര്യം, ആ നാട്ടിലെ ആ ഐലൻഡിലെ കടപ്പുറത്തുള്ള കോവറി ഷെല്ലുകൾ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. നമ്മളിപ്പം കട്കകൾ പോലെയുള്ളൊരു പ്രത്യേകതരം ഷെല്ല്, ആ ഷെല്ലുകളായിരുന്നു നമ്മുടെ നാട്ടിൽ, ഈവൻ നമ്മുടെ മലബാർ, അതുപോലെ തന്നെ ആഫ്രിക്കൻ തീരങ്ങളിലൊക്കെ യഥാർത്ഥത്തിലുള്ള കറൻസി. ആലോചിച്ച് നോക്കണേ, അന്ന് കറൻസി ഒന്നും ഇല്ലാത്ത കാലത്തെ ഞാൻ പറയുന്നത്, ഒരു 1400 കാലഘട്ടങ്ങളിൽ. ആ സമയത്തൊക്കെ വിദേശികൾ വന്നിട്ട് എന്താ ചെയ്യുക വെച്ചാൽ, വിദേശികൾ വന്ന് നോക്കുമ്പോൾ എന്താണ്, ഈ ഐലൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പണം അങ്ങനെ ഒഴുകി നടക്കുന്ന തീരങ്ങളാണ്. നമ്മളിപ്പോൾ പണം കാക്കുന്ന മരങ്ങൾ എന്നൊക്കെ പറയും, അതുപോലെ പണം ഒഴുകി നടക്കുന്ന പക്ഷേ ഇവർക്ക് അറിയില്ല, ആ നാട്ടിലെ ആൾക്കാർക്ക് ഇത് പണമാണോന്ന് അറിയില്ല, അവരെവിടെയും പോകണില്ലല്ലോ. പക്ഷേ സഞ്ചാരികൾ എന്ത് ചെയ്യും, അവിടെ വന്നിട്ട് ഈ പണം മുഴുവൻ നിറയ്ക്കും. എന്നിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് കുരുമുളകും നമ്മളിവിടെ സൗന്ദര്യദ്രവ്യങ്ങളും ഒക്കെ മേടിച്ചു പോകും. അപ്പോൾ അവരെ ആലോചിച്ച് നോക്കണേ. അപ്പോൾ അവർ നോക്കുമ്പം ഈ ഒരു ഐലൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ മണി ഐലൻഡ്, അങ്ങനെ ഒരു പേര് അതിനുണ്ടായിരുന്നു. അതുപോലെ അവിടുത്തെ സുഗന്ധദ്രവ്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അവിടുത്തെ ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു അത്രേ, അതിനൊക്കെ തേടിയിട്ട് തന്നെ ഈ പോർച്ചുഗീസുകാരൊക്കെ വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു സ്ഥലമാണ്. വളരെ പണ്ട് ഒരു 2-ാം നൂറ്റാണ്ടിലൊക്കെ എത്തുമ്പോഴേക്കും അതൊരു പണ്ട് അങ്ങനെയാണല്ലോ, സൂര്യാരാധകരാണ് ആദ്യം. എല്ലാവരും നമ്മൾ സൂര്യനൊക്കെയാണല്ലോ ആരാധിക്കുന്നത്. സൂര്യാരാധകരായിരുന്നു അവിടെ. റസിൻ എന്ന് പറഞ്ഞ ജനതയായിരുന്നു. പിന്നെ അവിടേക്ക് എന്ത് വന്നു, ബുദ്ധമതക്കാർ വന്നു. ബുദ്ധമതക്കാർ അവിടെ എത്തിയതൊക്കെ അത്ഭുതമാണ് ഒരുപക്ഷെ. പക്ഷേ ബുദ്ധമതക്കാർ അവിടെ വന്നു. സിലോൺ, നമ്മളെ പഴയ ശ്രീലങ്കയിൽ നിന്നാണ് അവിടെ എത്തിയത്. അങ്ങനത്തെ ചരിത്രങ്ങൾ. പിന്നെ അത് 5-ാം നൂറ്റാണ്ടിൽ അവിടെ വന്നിട്ട് മുസ്ലിം മതം വന്നു, ഇസ്ലാം മതം വന്നു. അങ്ങനെ ഇസ്ലാം ആണ് ഇപ്പോൾ തുടർന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് ചരിത്രങ്ങളുടെ ഒരു സഞ്ചയമാണ് ഈ റിപ്പബ്ലിക് ഓഫ് മാൽദ്വീപ്സ് എന്ന് പറഞ്ഞാൽ. കുറേ കാലം ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു. കുറേ കാലം ഐലൻഡിൽ ബ്രിട്ടീഷ് നേവി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ വിട്ട് പോയതിന് ശേഷവും ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു സ്ട്രാറ്റജിക് പോയിൻ്റാണ് ഈ റിപ്പബ്ലിക് ഓഫ് മാൽദ്വീപ്സ്. ഇപ്പോൾ അത് ഭയങ്കര ടൂറിസം ഡെസ്റ്റിനേഷനാണ്. വളരെ കൂടുതൽ ആൾക്കാർ ദിവസവും പോയി വരുന്നൊരു സ്ഥലമാണ്. ഹൈ പ്രോഗ്രാംസൊക്കെ ഉള്ള ഐലൻഡ് ടൂറിസം എല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നൊരു സ്ഥലമാണ്. ഞാൻ എൻ്റെ കാലത്തെ വരെ പറഞ്ഞാൽ, ആ ഒരു കാലത്ത് നമ്മളവിടെ എത്തിപ്പെടുമ്പോൾ ഇത്തരം സൗകര്യങ്ങളൊന്നുമില്ല. സാധാരണ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ സാധാ ഫോണില്ല, നമ്മളിപ്പോൾ ഇത്തരത്തെ ഇൻ്റർനെറ്റൊന്നുമില്ല. ഇൻ്റർനെറ്റൊക്കെ ഞാൻ അവിടെ ഒരു വർഷം വർക്ക് ചെയ്തതിന് ശേഷം ആണ് ഇൻ്റർനെറ്റ് അവിടെ വരുന്നത്. ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോണ് പെട്ടെന്നുള്ളൊരു മാറ്റമായിരുന്നു അവിടെ വന്നത്. ഭയങ്കര ടെക്നോളജിയുടെ ഭയങ്കര ചേഞ്ച് ഞാൻ കണ്ടത്. ഒരുപക്ഷെ എന്ന് വെച്ചാൽ സാധാരണ ചെറിയ ഫോണിൽ, നമ്മളിപ്പം ഫീച്ചർ ഫോൺ എന്നൊക്കെ പറയുന്ന ചെറിയ ഫോണിൽ ഇങ്ങനെ നോക്കുന്ന ആൾക്കാർ പെട്ടെന്ന് വലിയ ഫോണുകളിലേക്ക് മാറുന്നു. നമ്മളിവിടുന്ന് പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ വന്നത്. ടച്ച് സ്ക്രീൻ ഇല്ല എന്നുള്ളൂ, വലിയ സ്ക്രീനിൽ നമ്മളെ സാധാരണ ഫോൺ. അപ്പം ആ ടെക്നോളജി ഇൻവേഷൻ വന്നത് വലിയൊരു മാറ്റമാണ് ആ ഒരു ഐലൻഡിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ ഞാൻ അവരുടെ ആ ഒരു മാറ്റം കണ്ടിട്ടാണ് എൻ്റെ ഒരു PhD സബ്ജക്റ്റ് പോലും തിരഞ്ഞെടുത്തതെന്ന് പറയാം. കാരണം ടെക്നോളജി എങ്ങനെയാണ് ഒരു മനുഷ്യരെ മാറ്റിമറിക്കുക എന്നുള്ളത് ശരിക്കും ഞാൻ അവിടെ നിന്ന് കണ്ടു മനസ്സിലാക്കി. കാരണം ഒരു ചെറിയൊരു സ്ഥലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ പറഞ്ഞില്ലേ 17 ഏക്കർ സ്ഥലത്തുള്ള ഒരു 2000 ആൾക്കാർ തമ്മിൽ ഇൻറ്ററാക്ഷൻസ്, അവർ നേരിട്ട് പോയി കണ്ട് വിളിച്ച് പറയാൻ ദൂരത്തുനിന്ന് ഉറക്കെ വിളിച്ച് കേൾക്കാൻ ദൂരത്തിൽ ആൾക്കാരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ ഇടയിൽ എന്ത് സംഭവിക്കുന്നത്, ഈ മൊബൈൽ ഫോൺ വരികയാണ്. അപ്പോൾ ഉണ്ടാകുന്ന മാറ്റം, കുട്ടികളുണ്ടാകുന്ന മാറ്റം, അവരൊക്കെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ പോവാതെ ഓരോരുത്തരും അവരവരുടെ ലോകത്തിരിക്കുന്ന, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നൊരു സീനുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം ഞാൻ കണ്ടു. കാരണം നമ്മളെ പോലെയല്ല, എക്സ്പോഷർ വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, നിറങ്ങളുടെ ഒരു പെരും മഴക്കാലം, ഒരു പെരും കളിയാട്ടം എന്നൊക്കെ പറയുന്ന തരത്തിൽ വിഷ്വൽസ് അല്ലേ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വിഷ്വൽസ് കാഴ്ചകളിലേക്ക് കുട്ടികളും ജനങ്ങളും അച്ഛനും അമ്മയും ഒരു ഫാമിലി മുഴുവൻ അങ്ങ് പോകുമ്പം ആ 2000 ആൾക്കാരുടെ ഇടയിലുള്ള ആ ഒരു കൊഹഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധമൊക്കെ ചെതറിപ്പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു ഏത് ടെക്നോളജിയും ഏത് സമയത്തും ഏത് സ്ഥലങ്ങളിലും മനുഷ്യരെ എത്രമാത്രം മാറ്റിമറിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പക്ഷേ എംപവർമെൻ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു സ്റ്റഡി പ്രകാരം പറയുന്നത്, നിങ്ങൾക്ക് ഒരു 5 കൊല്ലം ഒരു സ്ത്രീയെ എഡ്യൂക്കേറ്റ് ചെയ്യണം എങ്കിൽ നിങ്ങളൊരു മൊബൈൽ വാങ്ങി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പഠനങ്ങളൊക്കെ ഉണ്ട്. അപ്പം മൊബൈലിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം അവിടെ ഒരുപാട് പ്രോബ്ലംസും ജനറേറ്റ് ചെയ്തു. നമ്മൾ ടീച്ചേഴ്സിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ദിവസവും പ്രോബ്ലംസ് വരാൻ തുടങ്ങി, റിലേറ്റഡ് മൊബൈൽ ഫോൺ എടുക്കുന്നു. അത് വന്നിട്ട് വലിയൊരു സ്ട്രഗിൾ ഒരു സമയമായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളെ നമുക്ക് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. ആ സമയത്ത് തന്നെ
ടീച്ചേഴ്സിന് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ യുദ്ധമുറകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിനെ വളരെ ജോബിയിലായിട്ട് പിള്ളേരെയൊക്കെ നോക്കി നന്നായിട്ട് നോക്കണം. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ മൊബൈൽ ഫോൺ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഇഷ്യൂസ് അവർ അങ്ങോട്ട് വിളിക്കണു. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. മാൽദീവ്സിലെ ആ ഒരു സോഷ്യൽ ലൈഫ്, ഞാൻ ഇന്ന് ഐലൻഡിലെ സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യർ. അവർക്ക് വലിയ തർക്കങ്ങളില്ല, വലിയ കടിപിടികളില്ല, ആരവങ്ങളില്ല, ഒരുപാട് പിന്നെ കോമ്പറ്റീഷൻസ് ഒന്നുമില്ല. അവർ സുഖമായി ജീവിക്കുന്നു. ഞാൻ ആലോചിക്കുകയാണ്, നമ്മളും ഇവിടെയൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മളും ജീവിക്കുന്നത് ഇതുപോലത്തെ ഒരു ജീവിതം തന്നെയാണ്. ആക്ച്വലി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഓർത്ത് നോക്കാനൊരു സാധ്യത എനിക്ക് അവിടെ നിന്നപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ സുഖമായി ജീവിക്കുന്ന മനുഷ്യർ, വൈകുന്നേരങ്ങളിലൊക്കെ എല്ലാവരും പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു. പിന്നെ ലിമിറ്റഡ് റിസോഴ്സാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ലിമിറ്റഡ് റിസോഴ്സിനെ എങ്ങനെ ഒരു ടാപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നല്ല ഒരു മഴയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളപ്പോൾ അവിടെയുള്ള എല്ലാ സ്റ്റോറുകളിലും ഒരു സാധനം കിട്ടില്ല, ഭക്ഷണം കംപ്ലീറ്റ് തീരും. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ, നേരത്തെ വാങ്ങി വെച്ച സാധനമൊക്കെ അവർ ഫ്രീസറൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും. ഒരാഴ്ച കൊണ്ട് അതെല്ലാം അങ്ങനെ തീരും. പിന്നെന്താ നമുക്ക് ഓപ്ഷൻ? പിന്നെ ഒരു ഓപ്ഷനും ഇല്ല. പിന്നെ നമ്മളുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ഉള്ളതിനെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും. അടുത്തൊരു ബോട്ട് വന്നാൽ മാത്രമേ നമുക്ക് പിന്നെ അത് കിട്ടുള്ളൂ. അടുത്തൊരു ബോട്ട് വരുന്നവരെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത വരെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഉള്ളത് കൊണ്ട് മാനേജ് ചെയ്യണം. ശരിക്കും ഞാനൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എങ്ങനെ ചെറിയ റിസോഴ്സ് കൊണ്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളത്. അവിടുത്തെ ഫുഡിനെ പറ്റി അറിയൽ വലിയൊരു കാര്യമാണ്. നമ്മളിപ്പം ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെല്ലാം സാധനങ്ങളാണ്. അപ്പോൾ നമ്മളൊരു ട്രഡീഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇത്രമാത്രം പ്രൗഡാവുന്നത് ഒരു സംഭവമാണ് അത്. കാരണം നമ്മുടെ നാട്ടിൽ എന്തെല്ലാമാണ് ഫുഡ്, അയ്യോ എത്ര ഭക്ഷണം. പക്ഷേ അവിടെയുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അവർക്ക് അറിയുന്നത്, ഉണ്ടാക്കാൻ അറിയുന്ന ആകെ ഒരു സാധനം റോഷി എന്ന് പറഞ്ഞൊരു സാധനമാണ്. റോഷി ഏകദേശം എങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ചാൽ മൈദേനെ കൊണ്ട് ഉണ്ടാക്കുക. നമ്മളെ ചപ്പാത്തീൻ്റെ വളരെ നൈസായിട്ടുള്ള ചപ്പാത്തി, ഇപ്പോൾ നമ്മളെ നൈസ് പത്തിരി പോലുള്ള സാധനം, അത് മൈദ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും? അതൊരു ഗ്ലാസ് കൊണ്ടൊക്കെയാണ് പരത്തുക. ഈ പൊളിത്തീൻ കവറിലൊക്കെ വെച്ചിട്ട് പരത്തൊക്കെ ചെയ്യാം. അത് നമുക്ക് പക്ഷേ കഴിക്കാൻ പറ്റില്ല, വല്ലാത്തൊരു എണ്ണ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. നമുക്കത് എന്താ പറയുക, പറ്റിപ്പോകും. അപ്പോൾ റോഷിയാണ് അവരുടെ പ്രധാനമായിട്ടും രാവിലത്തെ എല്ലാ ദിവസവും സെയിം ബ്രേക്ക്ഫാസ്റ്റാണ്. റോഷിക്കുള്ള കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ട്യൂണയാണ് അവിടുത്തെ മെയിൻ ഫിഷ്. നമ്മളിവിടുത്തെ എന്താ പറയുക, കേദർ എന്നൊക്കെ പറയുന്ന സാധനം ട്യൂണയാണ്. ട്യൂണ ഫിഷാണ് അവിടുത്തെ മെയിൻ സാധനം. ഇപ്പോൾ ട്യൂണേൻ്റെ വെറൈറ്റി ഓഫ് ഐറ്റംസ്, അതിനെക്കൊണ്ട് തന്നെയുള്ള പല വിഭവങ്ങളാണ് അവരുടെ പ്രധാനം. അത് മാത്രമേ ആ നാട്ടിലുള്ളൂ. അപ്പോൾ അതവരുടെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിപ്പം ടേസ്റ്റില്ല എന്ന് പറഞ്ഞാലും അത് അവരുടെ ടേസ്റ്റിൻ്റെ ഐക്കണാണ്. നമുക്കങ്ങനെയാണല്ലോ, ഓരോ നാട്ടിലും ആ നാടിൽ ജീവിച്ചിട്ട് ആൾക്കാരുടെ പിന്നെ വായിക്ക് രസമയം മാറുക ആ നാട്ടിലെ വിഭവങ്ങളാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. അവിടെ ജനിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ പാടായിരുന്നു. അത് മാത്രമല്ല, എല്ലാ ദിവസവും ഒരേ സാധനം കഴിക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത സംഭവമായിരുന്നു. പിന്നെ ഞങ്ങളെന്താ ചെയ്യുന്നത് വെച്ചാൽ ചപ്പാത്തി എന്ന ഈ മൈദാനെ കൊണ്ട് തന്നെ ചപ്പാത്തിയൊക്കെ തരുമോ ചോദിക്കും. അപ്പോൾ അവർക്ക് ചപ്പാത്തി ഇടാൻ അറിയില്ല. അപ്പോൾ നമുക്ക് സമയം ക്ലാസ് വർക്കൊക്കെ ആയതുകൊണ്ട് ഒരാളോട് പറയും നമുക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി തരുമായിരിക്കും രാവിലെ. അപ്പോൾ അവരിങ്ങനെ നമുക്ക് പഠിക്കാമെന്നൊക്കെ പറയും. ഓക്കെ, അവരങ്ങനെ പഠിച്ച് ചപ്പാത്തി ആകുമ്പോൾ കുറേ കട്ട് ചെയ്ത് പോകും. ആ കട്ടിയായ ചപ്പാത്തി ആയാലും മതി പറയും. റോഷി കഴിക്കാൻ പറ്റാത്തതുകൊണ്ടേ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി തരും. ചപ്പാത്തി ഉണ്ടാക്കി തന്നിട്ട് നമുക്ക് രാവിലെ ഒരു 7 മണിക്കാണ് ക്ലാസ്. അപ്പോൾ 7 മണിക്ക് ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ സ്പീഡപ്പായിട്ട് വരണം, നമ്മൾ ടൈ ഇടണം, ഫുൾ സ്ലീവ് ഇടണം, ഫുൾ എക്സിക്യൂട്ടീവ് ആയിരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യം ഇൻ്റർനാഷണൽ സ്കൂളിൽ അതേ സ്റ്റാൻഡേർഡ് തന്നെയാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് ഒരു 10 മണിക്കൊരു ബ്രേക്ക് ഉണ്ട്. 10 മണിക്ക് ബ്രേക്ക് ആകുമ്പോഴാണ് ഇവർ ചപ്പാത്തി കൊണ്ടുവരിക. അപ്പോൾ ചപ്പാത്തിക്ക് വേറെ കറിയൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഈ പീനട്ട് ബട്ടർ, അതുപോലെ ഈ പലതരം സ്ക്വാഷ്, ജാമുകൾ, ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ടും അതിനോട് ചേർത്ത് ഉപയോഗിക്കുക. എന്തും കൂട്ടി ഭക്ഷണം കഴിക്കാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാരണം നമുക്കൊരു സാധ്യതകളില്ലാതാകുമ്പോൾ നമ്മൾ എന്തിനോടും പൊരുത്തപ്പെടും. നമ്മളങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ഓപ്ഷൻസുകൾ ഒരുപാടാകുമ്പോഴാണ് നമുക്ക് പ്രശ്നമുള്ളൂ. ഓപ്ഷൻസുകൾ ചുരുക്കി കഴിഞ്ഞാൽ ആർക്കും വലിയ പ്രയാസങ്ങളൊന്നും. എല്ലാവരുടെ ജീവിതം ഏകദേശം ഒരുപോലെ. ഇപ്പം കാശുള്ള ആളും കാശില്ലാത്ത ആളും ഒക്കെ അവിടുത്തെ റിസോഴ്സ് നമുക്ക് എടുക്കാൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതെടുത്ത ആൾക്കാർ സുഖമായി ജീവിക്കും. അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിൽ എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നും, ഇങ്ങനെയും ജീവിക്കുന്ന ആൾക്കാർ നമ്മളെ ഭൂലോകത്തുണ്ട്, ഭൂമിയിലുണ്ട്. അവർക്ക് പണമില്ലായിട്ടൊന്നുമല്ല, പണമൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു ഭക്ഷണക്രമത്തിലൊക്കെ വളരെ റിച്ചാണ്.
നമ്മൾക്കിപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം മാറി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ അങ്ങനെയല്ലാത്ത ഒരു ജീവിതം, അവരുടെ ആ ഒരു ഫുഡ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ അവർ സാധാരണ ഒരു തായ് റൈസ് എന്ന് അറിയാം, നമുക്കറിയാം തായ് റൈസാണ്. തായ് റൈസ് സാധാരണ പോലെ ഒരു കറിയും വെച്ച് കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്. മീൻകറി ഉണ്ടാവും, എല്ലാ ദിവസവും മീൻകറിയാണ്. മീൻകറി കഴിച്ച് നമുക്ക് മീൻകറീൻ്റെത് മാത്രമാണ് അവിടെ, വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തേങ്ങയും മീനുമാണ് അവിടെ ആദ്യം ഉണ്ടായിരുന്നത്. അങ്ങനെയാണല്ലോ, ഐലൻഡിലൊക്കെ ആദ്യം അതാണ് ഉണ്ടാവുമല്ലോ. എങ്ങനെ ഈ ഐലൻഡുകൾ ഉണ്ടായി വന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ പവിഴപ്പുറ്റുകൾ അറിയാലോ, പവിഴപ്പുറ്റുകളുടെ കോറൽ റീഫ്സ് ഐലൻഡാണ്. ഈ കോറൽ റീഫ്സ് ഐലൻഡിലേക്ക് ഏതോ ഒരു വിത്തിൻ്റെ എഴുന്നൊരു തെങ്ങ് വന്നിട്ടുണ്ടാവും. ആ തെങ്ങ് അവിടെ വളർന്ന് പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ തെങ്ങ് ഇങ്ങനെ പെരുകി ഒരു വലിയ കുറേ തെങ്ങുകളുള്ള സ്ഥലം ഉണ്ടായിട്ടുണ്ട്. അവിടേക്ക് ആദ്യം മനുഷ്യൻ വന്നിട്ടുണ്ടാവും. എങ്ങനെ മനുഷ്യൻ എത്തിപ്പെട്ടതെന്ന് അറിയില്ല, എന്തായാലും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ കുറച്ച് മനുഷ്യരുടെ എത്തിപ്പെട്ടിട്ടുണ്ടാവും. അവരവിടെ ജീവിച്ച് അങ്ങനെ ഒരു ജനത അവിടെ രൂപം കൊണ്ടു എന്നുള്ളതാണ്. ഭയങ്കര തമാശയായൊരു സംഭവം, ഞങ്ങളവിടെ ഓണാഘോഷം നടത്താൻ തീരുമാനിച്ചു. ഓണാഘോഷം എന്ന് പറയുമ്പം ആദ്യം ചെറിയ ഡിസ്കഷനൊക്കെ വന്നു. നമ്മളിപ്പം വരാൻ പോകുന്ന ഓണമാണ്. അപ്പോൾ നമ്മൾ ഈ ഓണാകുമ്പോൾ ഉണ്ടാകുന്നൊരു ഹറി ബറി, നാട്ടിൽ നിന്ന് കോളൊക്കെ വരും. അപ്പോൾ നമുക്ക് അന്ന് അവിടെ സ്ഥിരം വരപ്പോൾ നമുക്ക് ഓണാഘോഷം, നമുക്ക് നല്ലൊരു സദ്യ ഉണ്ണണം, ഭയങ്കര ആഗ്രഹമാണ് സദ്യ ഉണ്ണണം. അപ്പോഴത്തേക്ക് നമ്മളൊരു വർഷമൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അത് മാത്രം ഉണ്ടായിരുന്നില്ല, അവർക്ക് നമ്മളെ ഭക്ഷണത്തെപ്പറ്റി ഒന്നും അറിയില്ല. നമ്മളെ അച്ചാറ്, പുളിയഞ്ചി, പിന്നെ പായസം, കൂട്ടുകറി, ഇതൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ടല്ലോ നമുക്ക്. ഇതൊക്കെ ഇവരെ കാണിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇവർ പറയുന്ന ടേസ്റ്റ് ഒന്നും ഇവർ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. വളരെ കുറഞ്ഞ ആൾക്കാരാണ് ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പം അവർക്ക് അറിയില്ല. അപ്പോൾ അവിടുത്തെ നമ്മൾ ഓഫീസേഴ്സിനൊക്കെ ഒന്ന് അറിയിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിനൊക്കെ എന്തൊക്കെ വേണം, വാഴയില മുതൽ എല്ലാം കൊണ്ടുവരണം. അപ്പോൾ എവിടെ നിന്ന് കൊണ്ടുവരണം എന്ന് വെച്ചാൽ ഈ കേരളത്തിൽ തന്നെ വരണം, അല്ലെങ്കിൽ മാലിദ്വീപിൽ അവിടെ വന്നിട്ട് അവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് കൊണ്ടുവരണം. ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ നമ്മളെല്ലാ ഫ്രണ്ട്സെല്ലാം അതിനെ സെറ്റായി. പിന്നെ അപ്പം ആകെ കിട്ടും തേങ്ങ അവിടെ നിന്ന് കിട്ടും, തേങ്ങ അവൈലബിളാണ്. അപ്പോൾ തേങ്ങ പിഴിഞ്ഞിട്ട് പാൽപ്പായസം ആക്കാം. അങ്ങനെയൊക്കെ ഒരു പരിപാടി ഇട്ടിട്ട് നമ്മൾ ഗംഭീര ഓണാഘോഷം നടത്തി. ശരിക്കും ഇല വരെ, പിന്നെ വാഴയില വരെ വരുത്തിയിട്ട് ഞങ്ങൾക്കൊരു അത്ഭുതം തോന്നി വെച്ചാൽ വാഴയിലയിൽ പായസം വിളമ്പിയിട്ട് ഇങ്ങനെ കഴിക്കൂലേ. അപ്പം ഈ പായസത്തിൻ്റെ രുചി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അന്നേരമാണ് ഇത്രമാത്രം രുചികളുണ്ട് നമ്മുടെ ലോകത്തുനിന്ന് മനസ്സിലായി. ആ രുചികളുടെ ഒരു വാസ്റ്റ്നെസ് നമുക്ക് എഴ ഓഫ് എന്ന് പറയുന്നതല്ലേ, അതുപോലൊരു രുചികളുടെ ഒരു രോഗം നമുക്ക് തുറന്നു തന്നിട്ടുണ്ടായിരുന്നു നമ്മളെ പഴയ പൂർവികർ. അപ്പോൾ അതവിടെ കൊടുത്തു. ഓണാഘോഷം ഗംഭീരമായി. പ്രിൻസിപ്പളും ടീംസൊക്കെ ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചു. ഇതൊക്കെ എന്തൊക്കെ രുചികളാണ്. അപ്പം തൊട്ടുകറിയായിട്ട് അച്ചാർ, ഉപ്പേരി, ഇഞ്ചിയൊക്കെ എടുത്തതിന് പുളിയിഞ്ചിയൊക്കെ കഴിച്ചിട്ട് അവരെന്താ സംഭവം എന്ന് മനസ്സിലാവില്ലേ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് റിച്ച് എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മളെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് ഭയങ്കര ഒരു ഫാമിലിയാണ്. അത്രയേ ഉള്ളൂ, 10-20 നമ്മൾ മലയാളീസും 10 പേര് 20 എക്സ്പാർട്ടേറ്റ്സും ഉള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും പരസ്പരം അറിയും, വൈകുന്നേരം എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയും. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു ഐഡിയ ആണ്. അപ്പോൾ അത് വിജയിച്ചു. അപ്പോൾ ഓരോരുത്തർക്കും ടാസ്ക് കൊടുക്കും. ഇന്നത് സാമ്പാർ പ്രധാനപ്പെട്ടത്, ഇന്നത് അങ്ങനെ ഓരോരുത്തർക്കും. അപ്പോൾ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പം ആർക്ക് നമ്മൾ പായസം പ്രധാനമായിട്ടാണല്ലോ, പായസം ആർക്ക് കൊടുക്കുന്നൊക്കെയുള്ള ഭയങ്കര ചർച്ച വന്നു. അപ്പം ടീച്ചർ പറഞ്ഞു, ഞാൻ എടുത്തോളാം, പായസം ഞാൻ വെച്ചോളാം പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരി, ടീച്ചർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും, എന്നാലും ആ കാര്യത്തെ പറ്റി ടെൻഷൻ വേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പായസത്തിൻ്റെ പായസം ചീത്തയായി പോയ മോശമല്ലേ. അപ്പം ബാക്കിയൊക്കെ സെറ്റപ്പൊക്കെ ആക്കി പായസത്തിനെല്ലാം സെറ്റായി. പാലട പ്രഥമൻ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാം സെറ്റായി നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ടീച്ചർ ഒരു ഹൈദരാബാദ് ബേസ്ഡ് ടീച്ചറാണ്. അപ്പോൾ ടീച്ചർക്ക് സത്യം പറഞ്ഞാൽ ഇത് അറിയുന്നില്ല ഭക്ഷണം വയ്ക്കുന്നത്. അപ്പം അവസാനം ഞങ്ങളൊക്കെ പോയി ഇതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ടീച്ചർ പറഞ്ഞൊരു ഡയലോഗുണ്ട്, എങ്ങനെയാണ് പായസം ചീത്തയാവാം, കാരണം ഇടുന്ന സാധനമൊക്കെ നല്ലതല്ലേ. എൻ്റെ ഒരു ഫിലോസഫി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമ്മളതിൽ ചേർക്കുന്ന സാധനങ്ങളൊക്കെ വളരെ നല്ലതാണല്ലോ, പിന്നെ ഒരു പായസം ചീത്തയാവേണ്ട വകുപ്പില്ലല്ലോ എന്നാണ് ടീച്ചർ ചോദിച്ച കാര്യം. ഇങ്ങനെ നല്ലൊരു ഓണാഘോഷം നമ്മൾ നടത്തി. അത് വലിയൊരു അനുഭവമായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ നടത്തിയ ഒരു ഓണാഘോഷത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾ പല മാർഗ്ഗങ്ങൾ നോക്കും. എല്ലാം IT എനേബിൾഡ് എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. നമ്മളിന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ സ്കൂളിൽ ഈവൻ ലാപ്ടോപ്പ് പോലില്ലാത്ത സമയത്ത് അവിടെ എല്ലാം പ്രൊജക്ടർ എവറിത്തിങ് ഈസ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ഉണ്ടാക്കണം. അതാണ് എൻ്റെ പ്രശ്നം. നമ്മൾ ഈ സ്ലൈഡ്സ് നമ്മൾ ഉണ്ടാക്കണം, പിന്നെ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ ചെയ്യണം. സ്ലൈഡ്സ് എല്ലാം ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ക്ലാസ് എടുക്കണം, നിർബന്ധമാണ്. അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു ക്ലാസ് എന്തായാലും പിന്നെ IT ക്ലാസ് എടുക്കണം, പ്രൊജക്ടറൊക്കെ വെച്ച് ക്ലാസ് എടുക്കണം. പ്രൊജക്ടർ റൂംസൊക്കെ ഭയങ്കര സെറ്റാണ്, നമ്മൾ തിയേറ്റർ സ്റ്റൈലായിരിക്കും, എല്ലാം സെറ്റാണ്. അപ്പം അവിടെ ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുത്തപ്പം പിന്നെ വലിയ സ്വീകാര്യതയായിരുന്നു. കാരണം ഓക്കെ നന്നായി ചെയ്യുന്നുണ്ട്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. ഇപ്പം നമ്മുടെ കുട്ടികളെ പോലെ തന്നെ IT കൊണ്ടൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി.
അപ്പോൾ ഞാൻ ഈ എക്കണോമിക്സിൽ ചെറിയ സാധനങ്ങളൊക്കെ പിന്നെ ഞാൻ ഇവിടെ കുറച്ച് പ്രൊജക്റ്റൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് 2D ആനിമേഷൻ ഫ്ലാഷൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒപ്പിച്ചിട്ടൊക്കെ കുറേ ഫ്ലാഷൊക്കെ ആനിമേഷനൊക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർക്ക് അങ്ങനെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു നമുക്കൊരു കുട്ടികളെ കൊണ്ട് തന്നെ ഒരു CD ഇറക്കിയാൽ എന്താണെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കണം. അപ്പം നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുക, കാരണം ആ ഒരു ചെറിയ ലോകത്ത് വളരെ ചോയ്സുകൾ കുറഞ്ഞ ലോകത്തൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ നമുക്കൊരു CD ഇറക്കാം കുട്ടികളെ കൊണ്ട്. 10th നമ്മൾ A ലെവൽ എന്ന് പറയും, ആ ലെവലിൽ കുട്ടികൾ 10th എല്ലാ സിലബസും പഠിച്ചിട്ട് അവരെന്നെ പഠിച്ചിട്ട് അവരൊരു CD, ഐ മീൻ അന്ന് ഈ പ്രൊജക്റ്റ് PPT പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനൊക്കെ ഭയങ്കര വന്ന് വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഷെയ്ഡ്സൊക്കെ ഇല്ല, ഇങ്ങനെ മറിഞ്ഞ് വീഴുന്നൊക്കെ വരുന്നതേ ഉള്ളൂ. അത് വലിയ കാര്യം അതൊക്കെ. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. അപ്പോൾ പ്രിൻസിപ്പളോട് പറഞ്ഞ പ്രിൻസിപ്പൾ ഓക്കെ ഗുഡ് ക്യാൻ കണ്ടിന്യൂ, അവരെ അത്രേ പറയുള്ളൂ. അപ്പം ഒരു പിന്നെ ശ്രീലങ്കക്കാരനൊരു ബുദ്ധവന്നക്കാരനായിരുന്നു. അപ്പം സാറ് പറഞ്ഞു ഓക്കെ ഇങ്ങനെ തുടങ്ങിക്കോളൂ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഭയങ്കര ഇതായി മോട്ടിവേഷനായി, സംഭവം ഓക്കെ ആണല്ലോ. കുട്ടികളുടെ അടുത്ത് പറഞ്ഞപ്പോൾ കുട്ടികൾ ഡബിൾ ഓക്കെ. പക്ഷേ ഒറ്റ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി പഠിപ്പിക്കലും ഇവിടെ നടക്കണമല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ്, ഈ പഠിച്ചിട്ട് നമ്മൾ പാസ്സായിട്ടില്ലെങ്കിൽ ഇവർ നമ്മളെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം എന്ന് ഇത് ഏറ്റെടുത്തപ്പോൾ എല്ലാ കുട്ടികളും എക്കണോമിക്സിലേക്ക് വന്നു. കുറേ പിള്ളേർ എക്കണോമിക്സ് എടുത്തു. അപ്പം ഇവർ ഈ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡ് പഠിച്ചാലേ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഈ കൺസെപ്റ്റിലെ സ്ലൈഡ്സ് ഉണ്ടാക്കാൻ ഇവരെ വിളിക്കുകയുള്ളൂ. അപ്പോൾ ഇവരത് പെർഫെക്റ്റായിട്ട് പഠിച്ച് നമ്മളത് കാണിച്ച് സൈനൊക്കെ വാങ്ങിയാലാണ് ഇവരെ ക്യാമ്പിലേക്ക് പോകുക. അപ്പോൾ അങ്ങനെ അത് നല്ലൊരു വീക്കപ്പ് ആയിരുന്നു. അത് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നല്ലൊരു രീതിയിൽ പ്രകാശനമൊക്കെ നടത്തി. വലിയൊരു സ്റ്റേജിലൊക്കെ വെച്ചിട്ട് ഐലൻഡിൽ എല്ലാവരും വന്നിട്ട്, സത്യം ഞാനവിടെ അത്ഭുതത്തോടെ കണ്ടൊരു സംഭവം അതാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്നിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്താണല്ലോ അതിൻ്റെ എക്സിക്യൂഷൻ നടക്കുക. അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ നടക്കുമെങ്കിലും നമ്മൾ ആ പരിപാടി ഒരിക്കലും അതിൻ്റെ മുന്നേ ഒന്നും ചെയ്തു നോക്കില്ലല്ലോ, അങ്ങനെ ഉണ്ടല്ലോ. പക്ഷേ അവിടെ കറക്റ്റായിട്ട് മോക്ക് ഡ്രിൽ പോലെ മുന്നത്തെ ദിവസം എങ്ങനെയാണോ അടുത്ത ദിവസം പരിപാടി നടക്കേണ്ടത്, ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നിട്ട് ഇപ്പോൾ ഒരു സെക്രട്ടറി ഒരു ഉദ്ഘാടനം നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്വീകരണം നടത്തുന്നുണ്ടെങ്കിൽ ആ സ്വീകരണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തലേ ദിവസം അവർ എന്ത് ചെയ്യും. ഗസ്റ്റ് മാത്രം ഉണ്ടാവില്ല എന്നുള്ളൂ. അപ്പോൾ അവരുടെ റിസോഴ്സിൽ എല്ലാ ആൾക്കാരും ഫിറ്റ് ചെയ്തിട്ട് ഡമ്മി ആയിട്ടുള്ള ഒരു ഗസ്റ്റിനെ വെച്ചിട്ട് അവർ ചെയ്യും. ഞാൻ ഇങ്ങനെ അത്ഭുതിച്ചത് എന്താ കഥ, എന്താ ഇവർ ചെയ്യുന്നത്. അപ്പോൾ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഗുണമെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ പെർഫെക്റ്റ് ആയിരിക്കും. നമുക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല ആ ദിവസം. ഇപ്പം നമ്മളില്ല ആ സമയത്ത് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി അവിടെ നിന്ന് വിളിക്കുന്നു ഇവിടെ വരുന്നു അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ക എല്ലാം കറക്റ്റായിട്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ പറഞ്ഞ CD പ്രസൻറ്റേഷൻ വെച്ചപ്പോൾ CD പ്രസൻറ്റ് ചെയ്യാനൊക്കെ പറയുമ്പോൾ എല്ലാം ഓരോ സമയമുണ്ട്, കറക്റ്റ് സമയത്ത് എല്ലാം അതിന് മുന്നേ എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം നിന്ന് കഴിഞ്ഞ ദിവസം പോയി രാത്രി എല്ലാം സെറ്റാക്കിക്കൊണ്ട് ഒരു പ്രയാസമില്ല അത് ചെയ്യാൻ. അപ്പോൾ അത് എല്ലാ കാര്യത്തിലും നടക്കും എന്നുള്ളതാണ്. എല്ലാ ഫംഗ്ഷനും സ്കൂൾ റിലേറ്റഡായിട്ടെങ്കിലും നമ്മളെ ഐലൻഡ് ഓഫീസ് റിലേറ്റഡായിട്ടുള്ള എല്ലാ ഫംഗ്ഷനും ഒരു ആയിട്ടുള്ള ഒരു മോക്ക് പ്രോഗ്രാം അവർ നടത്തും. എന്നിട്ടാണ് അവർ അതിന് ഫൈനൽ ചെയ്യുള്ളൂ. അടുത്ത ദിവസം ചെയ്യുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവില്ല. ശരിക്കും നമുക്കൊക്കെ അനുകരിക്കാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും നമ്മളിപ്പോൾ ഇവിടെ സ്കൂൾ സമയമായിട്ടൊക്കെ ചർച്ചയ്ക്ക് വരുന്നൊരു സമയമാണല്ലോ. സ്കൂൾ ശരിക്കും ഏറ്റവും നല്ല സമയം ഞാൻ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞത് ഞങ്ങളവിടെ വർക്ക് ചെയ്ത സമയമാണ്. എന്നുവെച്ചാൽ 7 മണി മുതൽ 1 മണി വരെ നല്ല സമയം, കുട്ടികൾ പഠിക്കുന്ന സമയം. പണ്ടൊക്കെ ഇവിടെ ഗുരുകുല വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്തൊക്കെ പഠിക്കുന്ന സമയം എനിക്ക് തോന്നുന്നത് അതിനായിരിക്കണം. എന്തായാലും അവിടെ ആ സമയമായിരുന്നു. നമുക്ക് ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടാവുന്നു, രാവിലെ എണീച്ചിട്ട് പോകാനുള്ളൊരു പ്രയാസം ഉണ്ടാകും. പക്ഷേ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബെസ്റ്റ് ടൈം ടു ലേൺ ആൻഡ് ടീച്ച്. കുട്ടികളും ഫ്രഷ് ആയിരിക്കും, നമ്മളും ഫ്രഷ് ആയിരിക്കും, നമുക്കും എനർജി ഉണ്ടാവും. നമ്മൾ ശരിക്കും എണീച്ചിട്ട് രാവിലെ ഒരു 4 മണിക്കൂർ എനർജിയൊക്കെ പോയിട്ട് ശേഷമാണ് 10 മണിക്കാണ് സ്കൂളിലേക്ക് എത്തുന്നത്. ശരിക്കും 7 മണി മുതൽ 1 മണി വരെ നല്ല സമയമാണ് അവിടെ. അപ്പോൾ നമ്മൾ ഓടി എത്തും. ഫസ്റ്റ് അവർ നല്ല ഫുഡിൽ ഫ്രഷ് ആയിരിക്കും. ആ ഒരു സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നല്ല രീതിയിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ അത് വൈകിട്ട് അവർക്ക് നല്ല സമയം കിട്ടും. ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾക്ക് വേണമെങ്കിൽ സ്കൂളിൽ വരാം, നമുക്ക് സ്കൂളിൽ വന്നിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ടീച്ചേഴ്സിന് പ്രത്യേകിച്ചിട്ട് വേറെ എവിടെയും പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ടും ഈ പറഞ്ഞ പോലെ നമുക്ക് എക്സ്ട്രാ ഡ്യൂട്ടി ഒക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മളവിടെ വന്നിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ ഇപ്പോൾ നോക്കാനുണ്ടാവും കുട്ടികളുടെ പിന്നെ ഗ്രേഡ് കാർഡുകളും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും കുട്ടികളെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് എഴുതിയിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒരുപക്ഷെ അങ്ങനെയൊന്നും എഴുതുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചൊക്കെ മനസ്സിലാക്കുന്നുണ്ടാവുമെങ്കിലും അങ്ങനെയായി വരേണ്ട ഒരു സാഹചര്യം ഉണ്ട് നമുക്കിപ്പോൾ. ഓരോ കുട്ടിയെ പറ്റിയിട്ടും ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം റിപ്പോർട്ട് എഴുതിയിട്ട് നമുക്ക് കൊടുക്കണം. നമ്മളെ സൂപ്പർവൈസർക്ക് കൊടുക്കണം. സൂപ്പർവൈസർ അത് മേലോട്ട് കൊടുക്കും, ഹെഡ് മാസ്റ്റർ കൊടുക്കും, ഹെഡ് മാസ്റ്റർ അത് പ്രിൻസിപ്പൽ കൊടുക്കും. ആ ഒരു 3 ടയർ സിസ്റ്റം വർക്ക് ചെയ്യും കറക്റ്റായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സമയം എന്ന് പറയുന്നത് അവിടെ എല്ലാ ഓഫീസുകളും മോർണിംഗിലാണ്. ഉച്ചയ്ക്ക് ശേഷം എല്ലാവർക്കും ഫ്രീ ആണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, സൂര്യനുള്ള സമയത്ത് തന്നെ കുറേ സമയം ഫ്രീ ടൈം കിട്ടും. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷമല്ല നമുക്ക് ഫ്രീ ടൈം കിട്ടുന്നത്. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് 5-6 മണിയാവും. അപ്പോൾ രാവിലത്തെ ഒരു സമയം ആൾ അധികം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അവിടുത്തെ ഒരു ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം
ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ ഒരു 7 മണിക്ക് ക്ലാസ് തുടങ്ങുക, 1 മണിക്ക് അവസാനിക്കുക, കുട്ടിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം വീട്ടിൽ നിന്ന് പോയി കഴിക്കാം, പിന്നെ തിരിച്ചു വന്നിട്ട് അവർക്ക് ചെയ്യാം. പിന്നെ സ്കൂളാണ് അവിടുത്തെ, സ്കൂൾ ഈസ് ദ ബേസ്, എൻ്റെ സെൻറ്റർ ഈസ് എ സ്കൂൾ. അതാണ് ഞാൻ മനസ്സിലായത്. സ്കൂൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ പണ്ട് ഏറ്റവും വലിയ ബിൽഡിംഗ് സ്കൂളായിരുന്നു പറഞ്ഞിട്ട്. പണ്ട് വീടുകളൊക്കെ ചെറ്റക്കുടിലാകുമ്പോഴും സ്കൂള് അത്യാവശ്യം ഉയരത്തിലുള്ളൊരു ഓടിട്ട ബിൽഡിംഗ് ആയിരിക്കും പണ്ടേ. അപ്പോൾ അതുപോലെ അവിടുത്തെ സ്കൂൾ ഏറ്റവും ബെസ്റ്റാണ്. വീടുകളൊക്കെ ചെറിയ ചെറിയ വീടുകളാണ്, തകര ഷീറ്റൊക്കെ ആയിട്ടുള്ള ചെറിയ വീടുകളാണ്. അതിന് പകരം അതിനോടൊപ്പം സ്കൂളെല്ലാം കാര്യത്തിന് കൺട്രോൾ ചെയ്യുന്ന സ്കൂളാണ്. അപ്പം എന്ത് പ്രോഗ്രാം വന്നു കഴിഞ്ഞാലും സ്കൂൾ ബേസ്ഡ്. അപ്പോൾ കുട്ടികൾക്കിപ്പം വീട്ടിലിപ്പം പഠിക്കാനൊന്നും സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ പണ്ട് ഇവിടെ ഇപ്പം നൈറ്റ് ക്ലാസ്സൊക്കെ ചെയ്യുന്ന പോലെ അന്നേ ഉണ്ട്. ക്രാമിംഗ് ക്ലാസ് തന്നെ പറയാം. ക്രാമിംഗ് തന്നെ അവിടെ വന്നിരുന്നിട്ട് കുട്ടികളിങ്ങനെ വെറുതെ വായിച്ചു പഠിച്ചാൽ നമുക്ക് അവിടെ നിന്ന് സൂപ്പർവൈസ് ചെയ്യാനുള്ള ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വെറുതെ പോയാൽ മതി. അപ്പോൾ എല്ലാവരും നമുക്ക് അവിടെ പോയിരിക്കും, കുട്ടികളും വരും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ചെയ്യുമ്പോൾ പഠിപ്പിക്കുക എന്നുള്ളതും ഒന്നും ലൈഫും ടീച്ചിങ്ങും എല്ലാം ഏകദേശം ഒരുപോലെ ഒന്നിച്ച് ഇങ്ങനെ പോകുന്ന ഒരു രീതി. വളരെ നല്ല രീതിയിൽ കുട്ടികൾ പഠിച്ചു പോയി എന്നുള്ളതാണ് എനിക്കത് മനസ്സിലായത്. കാരണം ആ കുട്ടിക്ക് നമ്മൾ ഒപ്പം തന്നെ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ സ്റ്റൈലിൽ തന്നെ നോൺ റെസിഡൻഷ്യൽ ആയിട്ടുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവം. അത്തരത്തിൽ നല്ലൊരു അനുഭവമായിരുന്നു. പലപ്പോഴും ഫാമിലിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ നമുക്ക് വലിയ ആഗ്രഹം ഉണ്ടാകും. പക്ഷെ അതിന് തടയുന്ന ഒറ്റ കാര്യം, ഒന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ ഒരു യാത്ര, കടലിലൂടെയുള്ളൊരു യാത്ര, അത് ഭയങ്കര ഹെക്റ്റിക്കാണ്. ജീവൻ പോയി വരും, ജീവൻ ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചിട്ട് നമ്മൾ പോയിട്ട് വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഐലൻഡിൽ പിന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒന്നുമില്ല. ഹോസ്പിറ്റൽ വലിയൊരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, ഒരു ആംബുലൻസ് ഉണ്ട്, കുറേ നേഴ്സസ്, നമ്മളെ നാട്ടിൽ നിന്ന് ഡോക്ടറില്ല. അവിടെ ഒരു നമ്മളെ എന്താ പറയുക മരുന്നൊക്കെ എടുത്ത് തരുന്ന ഒരാളുണ്ട്. അയാളാണ് പിന്നെ മെയിനായിട്ട് കാര്യങ്ങൾ നോക്കുന്ന ഒരാൾ. ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഡോക്ടർ പോസ്റ്റ് ചെയ്യും, ഡോക്ടർമാർ അതിൽ നിൽക്കില്ല, അത്രയും പ്രയാസം നിൽക്കില്ലല്ലോ. പിന്നെ അടുത്തൊരു ഐലൻഡിലാണ് നമുക്കിതിൻ്റെ ഒരു ഫുണദ് എന്ന് പറയുന്ന ഐലൻഡ് സെൻറ്റർ ഉണ്ട്. ആ സെൻറ്ററിൽ ഇപ്പം പോയാൽ കുറച്ച് നല്ലൊരു ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. പക്ഷേ അവിടേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സോ ഹെക്റ്റിക്. കാരണം ഈ ഐലൻഡ് ഇവിടുന്ന് ഐലൻഡ് അവിടത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇവിടുന്ന് ഒരു കോഴിക്കോട് കണ്ണൂരൊക്കെ പോകുന്ന ബസ്സിൽ പോകുന്ന ദൂരം കടലിൽ പോകുക എന്ന് പറയുന്നത് സോ ഹൊറിബിളാണ്. ചെറിയ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു രോഗം വരാണ്ട് നിൽക്കാൻ പ്രാർത്ഥിക്കുക. പക്ഷേ വേറൊരു കാര്യം ഉണ്ടായിരുന്നില്ല, അവിടെ അസുഖം ആർക്കും വന്നിട്ടില്ല. എനിക്കൊരു തവണയിട്ട് വന്നിട്ടില്ലല്ലോ, അതൊരു വലിയ സുഖമായിരുന്നു. പക്ഷേ സാധാരണ മനുഷ്യർക്ക് നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊന്നും പനിയോ അങ്ങനെയൊന്നുമില്ല. കാരണം നല്ല ക്ലൈമറ്റാണ്. ഇൻ ദ സെൻസ് അറിയാലോ, വളരെ കുറഞ്ഞ പൊല്യൂഷൻ, നല്ല എയർ അല്ലേ. പിന്നെ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചൂടാക്കിയ വെള്ളമൊന്നും ആരും കുടിക്കില്ല. കാരണം ചൂടാക്കാനൊക്കെ വലിയ പാടാണ്. മാത്രമല്ല അവിടെ എല്ലാവരും പിന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യുന്നത്, എല്ലാ വീട്ടിലും റെയിൻ വാട്ടർ. അത് നല്ലൊരു രസം, നമ്മൾ പഠിക്കേണ്ട സംഭവമാണ്. ആകെ കുറച്ച് നാളെ അവിടെ കുറച്ച് സമയത്ത് മഴ പെയ്യുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഇന്ത്യൻ സർക്കാരൊക്കെ അവർക്ക് ടാങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്ടർ ടാങ്ക്സ് ഇല്ല, സിൻടെക്സിൻ്റെ ടാങ്കൊക്കെ ഞാൻ അവിടെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. ടൺ കണക്കിന് ഇങ്ങനെ നിറഞ്ഞ് കിടക്കും. നമ്മളെവിടേക്ക് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വലിയൊരു പ്രശ്നം സോൾവ് ചെയ്യും. 10,000 20,000 വലിയ ടാങ്കുകൾ എല്ലാ വീട്ടിലും 5 6 എണ്ണം ഉണ്ടാവും. മഴ പെയ്യുന്നതിൻ്റെ നമ്മളിപ്പം മൺസൂൺ വരുന്ന കറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്ക് അവരൊരു 2 ആഴ്ച ക്ലീനിങ് ഡ്രൈവ്. എല്ലാവരും വന്നിട്ട് നമ്മളെ വീടിൻ്റെ മേലേക്ക് അടിച്ച് വാരി വൃത്തിയാക്കി പെയിൻ്റ് അടിക്കും, നല്ല നീല കളറടി പെയിൻ്റ് അടിക്കും. അപ്പോൾ പൊടിയൊക്കെ പോയിട്ട് എന്നിട്ട് അതിൽ നിന്ന് കറക്റ്റായിട്ട് മഴ പെയ്യുമ്പോഴത്തേക്ക് ആ വെള്ളം കംപ്ലീറ്റ് ഒരു തുള്ളി പോകാതെ അവരെന്ത് ചെയ്യും, ഈ ഹാർവെസ്റ്റ് ചെയ്യും. ആ വെള്ളമാണ് ഞാൻ കുടിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു അസുഖം വന്നിട്ടില്ല, ഈ വെള്ളം കുടിച്ചതിന് വലിയൊരു അസുഖം വന്നിട്ടില്ല. ആദ്യമൊക്കെ നമുക്ക് സംശയമുണ്ട്, അയ്യോ ഞാൻ തിളപ്പിച്ചായിട്ട് വെള്ളമെല്ലാം കുടിക്കാതെന്നൊക്കെ തോന്നും. പക്ഷേ ഒരു പ്രയാസമില്ല. അതുകൊണ്ട് നല്ല ഒരു ഹെൽത്ത് ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം അവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത് ആ വെള്ളമാണ്. ആ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ് നമ്മൾ ചെയ്യേണ്ടതാണ്. ശരിക്കും നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു സംഭവം അതാണ്. നമ്മൾ എന്തുകൊണ്ടോ പിന്നെ ഇവിടുന്ന് ഇപ്പം കുപ്പി വെള്ളം അല്ലെങ്കിൽ ലോറിയിലെല്ലാം കൊണ്ട് അടിക്കുന്നതെല്ലാം കാണാം. പക്ഷേ അതിന് അവിടെ ആവശ്യമൊന്നും വന്നില്ല. ഓൾമോസ്റ്റ് ഓൾ ദ ഹൗസസ് ദേ ഹാവ് ദാറ്റ്. ആ ഒരു സിസ്റ്റം അതൊരു ഇൻബിൽറ്റാണ്. ഞാനിപ്പോൾ ചോദിച്ചത് മുമ്പുണ്ടായിരുന്നു വെച്ചപ്പോൾ അവിടുത്തെ മുമ്പ് വർക്ക് ചെയ്തവരെ പറഞ്ഞു 10-20 കൊല്ലം മുമ്പേ ഈ സംഭവം ചെയ്യുന്നുണ്ട്. നോക്കണേ, എത്രയൊരു വലിയ ഡെവലപ്പൊന്നും വരാത്തൊരു സ്ഥലത്ത് പോലും ആ ഒരു ബോധം, വെള്ളം സൂക്ഷിച്ച് വെക്കണം എന്നുള്ളതും വരാത്ത സമയത്ത് ഉപയോഗിക്കണം എന്നൊക്കെയുള്ള കടൽ വെള്ളമാണല്ലോ. അവർക്ക് വേറെ വെള്ളം കിട്ടാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ ഒരു പ്ലാന്റൊക്കെ ഉണ്ട്, ഡീസലായിട്ട് പ്ലാന്റൊക്കെ ഉണ്ട്, അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇതാണ് അവരുടെ സോഴ്സ് ഓഫ്. മാലിദ്വീപിന് ഇപ്പം പറയുന്നൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. അതിന് പറയുന്ന പേര് സിങ്കിങ് ഹെവൻ എന്നാണ്, മുങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വർഗം. ശരിക്കും ഓരോ മണിക്കൂറുകളിലും ഓരോ
വർഷവും ഈ പറഞ്ഞ പോലെ കടൽ വെള്ളം ഇങ്ങനെ കയറി വരികയാണ് അത്രയും, അല്ലെങ്കിൽ മാലി താന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും. അപ്പോൾ അത് ഗ്ലോബൽ വാർമിംഗ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെയാണ് അതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ആ നാട്ടിൽ ഇതെങ്ങനെയാണ് ഇതിങ്ങനെ താന്നു പോയി കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം വളരെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ജനവിഭാഗം മുഴുവൻ എന്ത് ചെയ്തു അവിടെ നിന്ന് പോയിപ്പോൾ. പക്ഷേ അവിടെ ആ സംഭവത്തെ പറ്റി ഞാനിങ്ങനെ ഓർത്തപ്പം അവിടെ ആ ഒരു ഐലൻഡ്, ചെറിയൊരു ഐലൻഡ് ഞാൻ പറഞ്ഞല്ലോ, ആ ഐലൻഡിൽ നിന്ന് ഇവർ മൊത്തം വെക്കേറ്റ് ചെയ്തിട്ട് വേറൊരു ഐലൻഡിൽ പുനഃസ്ഥാപിക്കുക എന്നുള്ള പ്രൊജക്റ്റായിട്ട് ഗവൺമെൻറ് വന്നു. എല്ലാവരും ഡിസ്കഷനൊക്കെ വന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു എന്തുകൊണ്ട് ഇവർ പോയി കൂടെ, ഞാൻ വിചാരിച്ചു നന്നായിരുന്നു, നമുക്കും പോകാമല്ലോ. ഇതൊരു ചെറിയ സ്ഥലം, ഇവിടെ ഇങ്ങനെ ചുറ്റി പോകില്ല. അപ്പോൾ ചെറിയ സ്ഥലത്ത് എങ്ങനെയാണ് അവർ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. വലിയൊരു ഐലൻഡ് അവർ സെലക്ട് ചെയ്തു, അവർക്ക് എല്ലാം സെറ്റപ്പാക്കി. ഗവൺമെൻറ് പറഞ്ഞു നിങ്ങൾ ഇതേപോലെ അവിടത്തേക്ക് നിങ്ങളെ റീപ്ലാന്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ പോയില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ ഓരോരുത്തർക്കും ഉള്ളിലൊരു മദർ ലാൻഡ് ഉണ്ട്, ഒരു മാതൃരാജ്യമുണ്ട്. ആ ഐലൻഡ് അവരുടെ മാതൃരാജ്യമാണ്. അവർ വിട്ടു പോകാൻ തയ്യാറില്ല. അവർ കുറേ നെഗോഷിയേഷൻസൊക്കെ നടത്തി, പൊളിറ്റിക്കൽ ഫോഴ്സ് വന്നു, സമരങ്ങൾക്കൊന്നും അവർ പക്ക ഉറച്ചു എന്ന് പറഞ്ഞു ഇത് മതി ഈ സ്ഥലം. അന്ന് ഞാൻ കണ്ടത് അവർ ഈ സൈഡിലൊക്കെ ഈ കേരളത്തിൽ നിന്ന് ബാർജ് എന്ന് പറഞ്ഞാൽ വലിയ കപ്പലാണ്, ഈ കല്ലുകൾ കൊണ്ടുവരുന്നൊരു കപ്പലാണ്. അതിൽ വലിയ കല്ലുകൾ, നമ്മൾ ഭീമാകാരമായ കല്ലുകൾ കൊണ്ട് കടലിങ്ങനെ ഇടുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇവരിങ്ങനെ ഇടുന്നത്, കടൽ ചുറ്റും ഈ ഐലൻഡിന് ചുറ്റും ഇങ്ങനെ കടലേക്ക് ഇങ്ങനെ കല്ലിറക്കുക, എത്രയോ കോടികൾ വേണം അത് കല്ലിറക്കിയിടാൻ. എന്താ അവർ ചെയ്തതെന്ന് വെച്ചാൽ ഈ കല്ലുകൾ ഇട്ടിട്ട് ഇതിൻ്റെ വീതി കൂട്ടുകയാണ്, ഇതിൻ്റെ ഏരിയ കൂട്ടുകയാണ്, വിസ്തീർണം കൂട്ടുകയാണ്. മീൻസ് ഇന്ന് ഞാനിപ്പോൾ അവരുടെ മാപ്പ് എടുത്തിട്ട്, മാലിന്യ മാപ്പ് എടുത്ത് ഞാൻ നിന്ന ഐലൻഡ് ഞാൻ നോക്കിയപ്പോൾ അതിന് വീതി കൂടിയിട്ടുണ്ട്. ഞാൻ പോയ വഴികളൊക്കെ അതിനേക്കാൾ ചുറ്റും ഒരു 10 മീറ്ററോളം വീതി അതിന് പോകുന്നു. 10 മീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളായിരിക്കും ഇത്ര ദൂരമാണ്. 10 മീറ്റർ അവിടെ കൂടുക എന്ന് പറഞ്ഞാൽ എത്രയോ ഏരിയ കിട്ടിയാണ് അവർ സന്തോഷം ചെയ്യുന്നത്. അപ്പോൾ അവർ അത്രയ്ക്കും സ്നേഹിക്കുന്നു ഒരു ലാൻഡിനെ. നമ്മളൊക്കെ മലയാളികൾ കേരളം എന്നൊക്കെ പറയുന്നുണ്ടാകുന്ന അതേ ഗൃഹാതുരത്വവും സ്നേഹത്തോടു കൂടി അവർ കഴിയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലാൻഡിൽ അവിടെ എത്തി, അവിടെ വർക്ക് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഓർമ്മകൾ കൂടെ കൊണ്ടുപോകുന്നു. അതിന് നേരത്തെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതൊക്കെ സന്തോഷത്തിലാണ് ഞാനിപ്പം. അപ്പം എൻ്റെ മാലദ്വീപ് അനുഭവങ്ങൾ എവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും